അപ്പോൾ സൺഡേ ടെക് ടൈമിന്റെ 79ാമത്തെ എപ്പിസോഡിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആഴ്ചയിലും നടക്കുന്ന പ്രധാന ടെക് ന്യൂസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെഗ്മെന്റ് എല്ലാ ഞായറാഴ്ചയും അപ്ലോഡ് ചെയ്യാറുണ്ട്. ഞാൻ അതിനിട്ടിരിക്കുന്ന പേരാണ് സൺഡേ ടെക് ടൈം എന്നുള്ളത്. സോ ഈ ഒരാഴ്ച 79ാമത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരുപാട് ന്യൂസുകൾ ഉള്ളതുകൊണ്ട് അത് രണ്ട് സെഗ്മെന്റ് ആയിട്ട് ചെയ്തു. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പുതിയ ടെക് ന്യൂസുകൾക്കും പുതിയ ടെക് അപ്ഡേറ്റുകൾക്കും വേണ്ടി മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു പ്രധാന കാര്യം, കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളത്തിൽ കനത്ത മഴ, കാറ്റ് കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ വീടിന് മുന്നിലുള്ള ഒരു മരം ഒടിഞ്ഞു വീണു. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് കാര്യങ്ങളൊക്കെയാണ്. സോ ആരും പുഴയിൽ ഇറങ്ങുക, കുളത്തിൽ ഇറങ്ങുക, അങ്ങനെയുള്ള സാഹസിക കാര്യങ്ങളൊന്നും ചെയ്യരുത്. എനിവേ, നമുക്ക് നമ്മളുടെ ടെക് ന്യൂസിലോട്ട് തിരിച്ചു വരാം. 9 വർഷത്തിന് ശേഷം Acer ഇന്ത്യയിൽ 2 മോഡൽ ഫോണുകൾ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. Acer സൂപ്പർ ZX, സൂപ്പർ ZX Pro എന്ന് പറയുന്ന 2 മോഡൽ ഫോണുകൾ. ഇതിൽ സൂപ്പർ ZXന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. 8,999 രൂപയാണ് ലോഞ്ചിങ് ഓഫറായിട്ട് ഇപ്പോൾ പ്രൈസ് കാണിക്കുന്നത്. സോ ആസ് എ ടെക് എൻതൂസിയാസ്റ്റിക് എനിക്കിത് വാങ്ങി ഉപയോഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് താഴെ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. ഇതിലുള്ളൊരു പ്രധാന റിസ്ക് എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് എന്താണ്, എത്രത്തോളം നല്ല രീതിക്ക് അവരത് തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയും ഇപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ സർവീസ് സപ്പോർട്ടും. സോ ഇത് രണ്ടാണ് പ്രധാന റിസ്ക് എന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് ഉപയോഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതേപോലെ ആപ്പിളിന്റെ സൈഡിൽ നിന്നുള്ള 2025 WWDC എന്ന് പറയുന്ന ഇവന്റ് ജൂൺ 13-ാം തീയതിയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇവന്റിലാണ് അവരുടെ പുതിയ എല്ലാ സോഫ്റ്റ്വെയറുകളും ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് iOS 19, iPadOS 19 അതൊക്കെ ഈ ഒരു ഇവന്റിലാണ് അവർ പുറത്തു വിടുക. അതിനുശേഷം നമുക്ക് പുതിയ iPhone 17 കിട്ടുന്നതോടൊപ്പം നമുക്ക് എല്ലാവർക്കും കിട്ടും. എന്തായാലും WWDC ജൂൺ 13-ാം തീയതി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ അടുത്ത വർഷം അവസാനത്തോടു കൂടിയിട്ട് 2026 അവസാനത്തോടു കൂടിയിട്ട് ആപ്പിളിന്റെ സൈഡിൽ നിന്ന് ഒരു AI സ്മാർട്ട് ഗ്ലാസ് കൂടി ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഒരുപാട് AI പ്രൊഡക്റ്റുകൾ ആപ്പിളിന്റെ സൈഡിൽ നിന്ന് 2026 ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇതിന്റെ അവസ്ഥ എന്താണെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. ഇതൊക്കെ ഒരു റൂമർ മാത്രമാണ്. എന്തായാലും ആപ്പിളിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു റൂമർ വന്ന സ്ഥിതിക്ക് സാംസങ്ങിന്റെ AI സ്മാർട്ട് ഗ്ലാസ് അധികം വൈകാതെ തന്നെ ലോഞ്ച് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. ജൂൺ ജൂലൈയോട് കൂടിയിട്ടൊക്കെ വരും എന്നാണ് അത് കേട്ടിരുന്നത്. ഇപ്പോൾ അത് കുറച്ചും കൂടി സ്പീഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഇനി ഈ വർഷം വരാൻ പോകുന്ന iPhone 17 സീരീസുകളുണ്ടല്ലോ, അതിൽ 17 Air എന്ന് പറയുന്ന സ്ലിം ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഒരു ഫോൺ ഉണ്ട് എന്നുള്ളത് നമ്മൾ കുറേ ന്യൂസുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ഒരു ഫോണിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 5.5 mm മാത്രമായിരിക്കും. ഇപ്പോഴത്തെ നിലവിലുള്ള iPhone 16 സീരീസുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ആ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 145 ഗ്രാം മാത്രമാണ്. ഇപ്പോൾ പറയുന്ന ഒരു വാർത്ത വെച്ചിട്ട് അതിൽ കൊടുത്തിരിക്കുന്നത് 2800 mAh ബാറ്ററി മാത്രമായിരിക്കും എന്നാണ്. സോ 2800 mAh ബാറ്ററി എന്തിനാണ് അവർ കൊടുത്തിരിക്കുന്നത്? പവർ ഫുൾ ടൈം കുത്തി വെക്കേണ്ട വരും. അത് തന്നെയാണ് അവരുടെ ആവശ്യം എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ഈ പവർ ബാങ്കും ഈ ചാർജ് വരുന്ന കേസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ അവർ പുറത്തിറക്കും. അതൊക്കെ കൂടുതൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കുറവ് ബാറ്ററി കപ്പാസിറ്റി ഇതിൽ കൊടുത്തിട്ടുള്ളതെന്നാണ് വാർത്തകൾ പറയുന്നത്. പിന്നെ മറ്റൊരു വാർത്തയും കേൾക്കുന്നുണ്ട്, ഈ ഒരു പുതിയ കാർബൺ സിലിക്കൺ ആ ഒരു ബാറ്ററി ടെക്നോളജി അവർ ആപ്പിൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എയറിൽ നല്ല കൂടിയ കപ്പാസിറ്റി കിട്ടുമെന്നും ഒരു സൈഡിൽ പറയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാം. വരും ദിവസങ്ങളിൽ അറിയാൻ സാധ്യതയില്ല. മിക്കവാറും ഇത് ലോഞ്ച് ചെയ്താൽ തന്നെ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ നല്ലൊരു മോഡലായിരുന്നു അവരുടെ പ്ലസ് വേരിയൻ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് സെല്ല് ചെയ്യുന്നതും ഈ ഒരു പ്ലസ് വേരിയൻ്റ് തന്നെയാണ്. അത് ഇനി ഉണ്ടായിരിക്കില്ല. അതിന് പകരമാണ് ഈ ഒരു എയർ വേരിയൻ്റ് കയറാനായിട്ട് പോകുന്നത്. അതേപോലെ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന iQന്റെ സൈഡിൽ നിന്നുള്ള Neo 10 എന്ന് പറയുന്ന മോഡൽ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിൻ്റെ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 35,000 രൂപയ്ക്ക് താഴെയാണ്. ഒരുപക്ഷെ ലോഞ്ചിങ് ഓഫറായിട്ട് 30,000 രൂപ പ്രൈസ് റേഞ്ചിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സെഗ്മെന്റിലെ പവർഫുൾ ഫോണായിരിക്കും. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എനിവേ, ഈ ഒരു ഫോണിനെ കുറിച്ച് കൂടുതൽ ഞാൻ തള്ളി മറിക്കുന്നില്ല. എന്തായാലും ഒരെണ്ണം പർച്ചേസ് ചെയ്ത് ഇതിൻ്റെ കംപ്ലീറ്റ് യൂസർ റിവ്യൂ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണാനായിട്ട് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ iQന്റെ സൈഡിൽ നിന്ന് iQPad 5, iQPad 5 Pro എന്ന് പറയുന്ന 2 മോഡൽ ടാബ്ലറ്റുകളും iQ Watch 5 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ചും TWS Air 3 എന്ന് പറയുന്ന ഒരു TWSും കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ ഇന്ത്യയിലോട്ട് വരുമില്ല എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇപ്പോൾ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. DJIയുടെ സൈഡിൽ നിന്ന് Mavic 4 Pro എന്ന് പറയുന്ന ഒരു ഡ്രോൺ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡ്രോൺ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല, അതൊരു ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു സ്പെക്ക് കണ്ടപ്പോൾ അത് പറയാതിരിക്കാനായിട്ട് വയ്യ. അത്രയും കിടിലൻ സെറ്റപ്പിലാണ് ഇത് വരുന്നത്. അതായത് 100 മെഗാപിക്സലിന്റെ ഹാസൽബ്ലേഡ് മെയിൻ ക്യാമറ, 50 മെഗാപിക്സൽ പ്ലസ് 48 മെഗാപിക്സലിന്റെ ടെലി ക്യാമറ. ഇത് ഒറ്റ ചാർജിൽ 51 മിനിറ്റോളം ഫ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത്. അതുകൂടാതെ 41
കിലോമീറ്റർ റേഞ്ച് വരെ കിട്ടും. ഇനി 30 കിലോമീറ്റർ റേഞ്ചിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ 10 ബിറ്റ് HDR വീഡിയോസ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. സോ വേറെ ലെവൽ സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ലോഞ്ച് എന്നാണ്, അതായത് ഇന്ത്യയിൽ ഇതിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണ്, പ്രൈസ് കാര്യങ്ങളൊന്നും ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് തപ്പിയിട്ട് കിട്ടിയില്ല. ഇന്ത്യയിൽ ഒരു ഡ്രോൺ പറത്തണം എന്നുണ്ടെങ്കിലുള്ള നിയമം എന്താണെന്നുള്ളത് അറിയൂ. നിങ്ങൾക്ക് ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങണം. ഒരു UIN നമ്പർ, യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടണം. അതുപോലെ നിങ്ങളൊരു ഫോറിനർ ആണെന്നുണ്ടെങ്കിൽ, ഇന്ത്യക്ക് പുറത്തുള്ള ഒരാളാണെങ്കിൽ ഇന്ത്യക്ക് അകത്ത് ഡ്രോൺ പറത്താനേ പാടില്ല. സോ അങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. ഇത് ഏത് റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകൾക്ക് ബാധകമാണെന്നുള്ളതൊന്നും അറിയില്ല. നമ്മൾ പറഞ്ഞു വന്നത് DJI Mavic 4 Pro എന്ന് പറയുന്ന ഡ്രോണിൻ്റെ കാര്യമാണ്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ അധികം വൈകാതെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് GT30 Pro എന്ന് പറയുന്ന ഫോൺ ജൂൺ 3 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ ഓൾറെഡി വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി Dimensity 8350 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 108 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 5200 mAh ബാറ്ററി, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. ഇതൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്. എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് 30,000 രൂപയ്ക്ക് താഴെയാണ്. സോ ജൂൺ 3 ഇൻഫിനിക്സ് GT30 Pro എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. കട്ടി കുറഞ്ഞ ഫോണുകൾക്ക്, അതും വില കുറഞ്ഞ് തിന്നായിട്ടുള്ള ഫോണുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് ഹോട്ട് 60 Pro Plus എന്ന് പറയുന്ന ഫോൺ അധികം വൈകാതെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ബാക്കി സ്പെക്ക് കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല, എന്നാണ് വരിക എന്നുള്ളതും അറിയില്ല. എന്തായാലും ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു ഫോൺ അധികം വൈകാതെ വരുന്നുണ്ട്. അതേപോലെ ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ഒരു ടാബ്ലറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. എക്സ്പാഡ് GT എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ ഏതാണെന്ന് അറിയോ? സ്നാപ്ഡ്രാഗൺ 888. ഇസ്തിരിപ്പെട്ടി ഉണ്ടല്ലോ, ഇസ്തിരിപ്പെട്ടി, അത് മാറി നിൽക്കുന്ന ഒരു ചൂടാണ് ആ ഒരു പ്രോസസ്സർ നമുക്ക് തന്നിരിക്കുന്നത്. ബാക്കി സ്പെക്ക് എല്ലാം അടിപൊളിയാണ്. 10000 mAh ബാറ്ററി വരുന്നുണ്ട്, 13 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, 144 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പക്ഷെ ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ ഇപ്പോൾ ഒരു കമ്പനി യൂസ് ചെയ്യാത്തൊരു പ്രോസസ്സറാണ് ഈ ഒരു സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറയുന്നത്. ഇവരെന്തിനാണാവോ ഇത് പിടിച്ചിട്ട് ഇതിൽ കയറ്റി വെച്ചിരിക്കുന്നത്? എന്തായാലും എക്സ്പാഡ് GT എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 16 ബീറ്റ 1 ഗൂഗിൾ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ Pixel 6 മുതൽ മുകളിലോട്ടുള്ള ഫോണാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട്, ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ യാതൊരു കാരണവശാലും നിങ്ങളത് ചെയ്യരുത് കേട്ടോ, നല്ല പണി കിട്ടും. പ്രത്യേകിച്ച് Pixel 6, 7 ഒന്നും യാതൊരു കാരണവശാലും ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യരുത്. അടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ വാറണ്ടിയോ ഗ്യാരണ്ടിയോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല, പോയത് തന്നെയാണ്. ഇനി ഇതിൻ്റെ ഒരു വിഡ്ജറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ആ ഒരു ഐക്കൺ പാക്ക് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്, നല്ലൊരു റിഫൈൻഡ് ലുക്ക് കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ആനിമേഷനാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. എന്തായാലും ഗൂഗിളിൻ്റെ പിക്സൽ സീരീസ് ഫോണുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 16 ബീറ്റ വെർഷൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാം. ഐടെൽ എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് A90 എന്ന് പറയുന്ന ഒരു ഫോൺ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോണാണ് കേട്ടോ. ആൻഡ്രോയിഡ് ഗോ എഡീഷൻ ആണ് ഇതിൽ വരുന്നത്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 6499 രൂപ മുതലാണ്. സോ ഐടെലിൻ്റെ ഫോൺ ആരൊക്കെയാണ് എടുക്കാൻ പോകണമെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു ഫോൺ ഐടെൽ A90 എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് വില കുറഞ്ഞ ഫ്ലിപ്പ് ഫോൺ ആയിട്ടുള്ള മോട്ടോ റൈസർ 60 ഈ വരുന്ന ബുധനാഴ്ച 28 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് മോട്ടോ റൈസർ 60 അൾട്ര ആമസോൺ വഴിയാണ് വാങ്ങാനായിട്ട് സാധിക്കുക. മോട്ടോ റൈസർ 60 ഫ്ലിപ്കാർട്ട് വഴിയാണ് കിട്ടുക. എന്തായാലും ഇതിൻ്റെ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് 60,000 രൂപയ്ക്ക് താഴെയാണ്, 50,000 രൂപയ്ക്ക് മുകളിലാണ്. സോ നിങ്ങൾ മോട്ടോറോളയുടെ ഒരു വില കുറഞ്ഞ ഫ്ലിപ്പ് ഫോണിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഈ മാസം 28 മോട്ടോ റൈസർ 60 ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ വിവോയുടെ സൈഡിൽ നിന്ന് S സീരീസിൽ S30 Pro Mini എന്ന് പറയുന്ന 2 മോഡൽ ഫോണുകൾ കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എല്ലാ കളറിലും അവൈലബിൾ ആണ്. റെയിൻബോ കളറിൽ ഈ ഒരു S30 Pro Mini അവൈലബിൾ ആണ്. എന്തായാലും ഈ ഒരു S30 Pro Mini എന്ന് പറയുന്ന ഈ ഒരു കോമ്പാക്റ്റ് ഫോൺ ആയിരിക്കും നമുക്ക് ഒന്നുകിൽ X200 FE എന്ന് പറയുന്ന മോഡലായിട്ട് ഇന്ത്യയിലോട്ട് കിട്ടാനായിട്ട് പോകുന്നത്. ഇനി X200 FE എന്ന് പറയുന്ന മോഡൽ അല്ലെങ്കിൽ V സീരീസിലുള്ള ഏതെങ്കിലും മോഡലാക്കിയിട്ട് അവർ ഇന്ത്യയിലോട്ട് ഇറക്കും. ഈ ചൈനയിൽ ഇറങ്ങുന്ന S സീരീസ് ഫോണുകളാണ് റീബ്രാൻഡ് ചെയ്തിട്ട് നമുക്കിവിടെ V സീരീസ് ആയിട്ട് കിട്ടുക. എന്തായാലും വിവോയുടെ സൈഡിൽ നിന്ന് വരും മാസങ്ങളിൽ നമുക്കൊരു കോമ്പാക്റ്റ് പവർഫുൾ ഫോൺ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇനി വരാൻ പോകുന്ന സാംസങ് ഗാലക്സി വാച്ച് 8 ക്ലാസിക്കിൻ്റെ CAD റെൻഡേഴ്സ്. സോ കാണാനായിട്ട് പ്രത്യേകിച്ച് ചേഞ്ചോ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഗാലക്സി വാച്ച് 7 അൾട്രയുടെ പോലെ തന്നെയുണ്ട്. സോ ഈ ഒരു ഡിസൈൻ ആയിരിക്കും സാംസങ് ഗാലക്സി വാച്ച് 8 ക്ലാസിക്കിൻ്റെ. ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ആ ഒരു സമയത്തായിരിക്കും. ആ ഒരു ഇവൻറ്റിൽ തന്നെയാണ് സാംസങ് ഗാലക്സി ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകളും വരാനായിട്ട് പോകുന്നത്. സോ ഇതാണ് സാംസങ് ഗാലക്സി വാച്ച് 8 ക്ലാസിക്കിൻ്റെ ലീക്ക്ഡ് റെൻഡേഴ്സ്.
Q1 അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ 3 മാസത്തെ കണക്കെടുക്കുമ്പോൾ സ്മാർട്ട് വെയറബിളുടെ മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലത്തെ അല്ല കേട്ടോ, ഗ്ലോബൽ മാർക്കറ്റ് ഷെയർ നോക്കുമ്പോൾ ഷവോമിയാണ് ഫസ്റ്റ് പൊസിഷനിൽ. 19% ഷവോമിയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. 16% ആപ്പിളാണ് രണ്ടാമത്തെ പൊസിഷനിൽ. മൂന്നാമത് ഹുവായി ആണ് 4ാമത്തെ പൊസിഷനിൽ. 11% സാംസങ് ആണ് 4th പൊസിഷനിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഷിപ്മെൻറ്റിൻ്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 8.7 മില്യൺ യൂണിറ്റുകളാണ് Q1 ഷവോമി കയറ്റി വിട്ടിട്ടുള്ളത്. ഇനി ആപ്പിളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 7.6 മില്യൺ യൂണിറ്റുകളാണ് ആപ്പിൾ ഷിപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഷവോമിയാണ് സ്മാർട്ട് വെയറബിളുടെ കാര്യത്തിൽ ഗ്ലോബലി ഇപ്പോൾ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള മോസ്റ്റ് വാല്യബിൾ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ ആപ്പിൾ തന്നെയാണ്, സെക്കൻഡ് പൊസിഷനിൽ ഗൂഗിൾ, തേർഡ് മൈക്രോസോഫ്റ്റ്, 4th ആമസോൺ, 5th NVIDIA, 6th ഫേസ്ബുക്ക്, 7 ഇൻസ്റ്റാഗ്രാം, അങ്ങനെ പോകുന്നു. ഇതിൽ ഇന്ത്യൻ കമ്പനി വരുന്നത് എയർടെൽ മാത്രമാണ്. 66ാം പൊസിഷനിലാണ് എയർടെൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വാല്യൂ നിൽക്കുന്നത്. സോ എന്താ അല്ലേ, ഇന്ത്യയിലൊക്കെ എത്ര കമ്പനി ഉണ്ട്, ഇത്രയും മാൻ പവറും ഇത്രയും റിസോഴ്സും ഉള്ള നമ്മളുടെ ഒരു ഒരൊറ്റ ബ്രാൻഡ് മാത്രമാണ് ടോപ്പ് 100ൽ വന്നിട്ടുള്ളത്, അതും 66ാം പൊസിഷനിൽ. സോ അങ്ങനെയൊക്കെയാണ് ബ്രാൻഡ് വാല്യൂ നിൽക്കുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ. ഒരുപാട് ന്യൂസുകളുള്ള കാരണമാണ് ഇങ്ങനെ 2 സെഗ്മെൻ്റ് ആയിട്ട് ചെയ്തത്. ഇത് എനിക്കും ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കേട്ടോ. 2 തവണ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മളിത് ഈ ന്യൂസുകൾ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ വീണ്ടും അതങ്ങനെ അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ടാണ് 2 സെഗ്മെൻ്റ് ആയിട്ട് ആ ന്യൂസുകളെല്ലാം പറഞ്ഞ് ഞാൻ തീർത്തത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. വേറെ എന്താ, അപ്പോൾ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.